മഴത്തൂരും മുൻപേ മനോഹരമായ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. കുളത്തുപുഴയിലേക്ക് എത്തിയതിനു ശേഷം രാത്രിയിൽ ഷെറിനോട് അലീന ചോദിക്കുന്നുണ്ട്, റാണി ആൻറ്റി മോളെ കണ്ടിട്ട് എത്ര വർഷമായി? ഷെറിൻ മെല്ലെ തൻ്റെ വിരലുകൾ മടക്കി എണ്ണി. എന്നിട്ട് പറയുകയാണ്, 3 വർഷം. അന്ന് അവൾക്ക് എത്ര വയസ്സുണ്ടായിരുന്നു? 2. എവിടെ വെച്ചായിരുന്നു റാണി ആൻറ്റി മോളെ അവസാനമായിട്ട് കണ്ടത്? ഒരു ഓർഫനേജിൽ. ഏത് ഓർഫനേജിലാണെന്ന് ഓർക്കുന്നുണ്ടോ? ആ, തിരുവനന്തപുരത്ത്. അലീന ഉദ്യോഗഭരിതയായി ചോദിക്കുകയാണ്, തിരുവനന്തപുരത്തോ? തിരുവനന്തപുരത്ത് എവിടെ? ഷെറിൻ അലീനയുടെ മുഖത്തേക്ക് സംശയത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലുള്ളത് തുറന്നു പറയണോ പറയാതിരിക്കണോ എന്നൊരു ശങ്ക അവളെ അലട്ടുന്നുണ്ട് എന്ന് അലീനയ്ക്ക് തോന്നി. എന്നോട് ധൈര്യമായിട്ട് പറഞ്ഞു, എങ്കിലല്ലേ നമുക്ക് മോളെ കണ്ടുപിടിക്കാൻ പറ്റൂ. ശ്രീകാര്യം എന്ന സ്ഥലത്തിനടുത്താണ്. ഓർഫനേജിന്റെ പേര് ലിറ്റിൽ ഫ്ലവർ. ഇത് പറയുമ്പോൾ മറ്റാരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്നറിയുവാൻ ഷെറിൻ അങ്ങിഞ്ഞ് മെല്ലെ നോക്കുന്നുണ്ട്. അലീനയ്ക്ക് ആ ഓർഫനേജ് എവിടെയായിരുന്നു എന്നറിയാമായിരുന്നു. അതുകൊണ്ട് അവൾ പറയുകയാണ്, അത് ശ്രീകാര്യത്തല്ലല്ലോ, പോങ്ങുമൂടിനടുത്ത് പ്രശാന്ത് നഗറിലല്ലേ? എനിക്ക് സ്ഥലമൊന്നും കൃത്യമായിട്ട് അറിയില്ല. അങ്ങോട്ട് കാറിലാണ് കൊണ്ടുപോകുന്നത്, അതും സന്ധ്യ കഴിഞ്ഞ്. അപ്പച്ചൻ പറയും കണ്ണടച്ചിരുന്നോളാൻ. സ്ഥലവും റോഡും ഒന്നും ഞാൻ തിരിച്ചറിയരുത്. ഷെറിൻ ഓർമ്മയിൽ നിന്ന് വാക്കുകൾ പരതിയെടുത്ത് സംസാരിക്കുവാൻ തുടങ്ങി. ഒത്തിരി നിർബന്ധിക്കുമ്പോഴാണ് കൊണ്ടുപോകുന്നത്. ഞാൻ പട്ടിണി കിടക്കും, സൂയിസൈഡ് ചെയ്യുമെന്ന് പറയും. അന്നേരം ഒരുപാട് വഴക്കൊക്കെ പറഞ്ഞിട്ട് കാറിൽ കയറ്റിക്കൊണ്ട് പോകും. കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു ഓർഫനേജാണത്. കോൺവെൻറ്റിൻ്റെ മുൻപിൽ കാർ നിർത്തിയിട്ടിട്ട് എന്നെ ഇറക്കി നടത്തിക്കൊണ്ട് പോകും. ഒരു മുറ്റവും കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും കടന്ന് കുറേ പടി കയറി ഒരു കെട്ടിടത്തിൻ്റെ നീണ്ട വരാന്തയിൽ ചെല്ലും. 2 നിലയുണ്ടതിന്. താഴത്തെ നിലയിൽ സ്കൂളിൽ പോകുന്ന മുതിർന്ന കുട്ടികളായിരുന്നു. മുകളിലത്തെ നിലയിലാണ് കൊച്ചു കുഞ്ഞുങ്ങളുള്ളത്. ആ, എനിക്കറിയാം, ഞാൻ അവിടെ വന്നിട്ടുണ്ട് ബ്രിജിത്ത മാമിയുടെ കൂടെ. അന്ന് ഞാനും ഒരനാഥയായിരുന്നു. ആഹാ, അലീന ഏത് ഓർഫനേജിലായിരുന്നു? ഞാൻ കഴക്കൂട്ടത്ത് സ്നേഹനികേതനം. ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. നിന്റെ അമ്മ ആരാണെന്ന് നിനക്കറിയാമോ അലീന? അപ്പോഴാണ് അലീന ഓർത്തത്, തൻ്റെ ജന്മരഹസ്യം അറിയാവുന്ന ആരൊക്കെയോ കൊട്ടാരമറ്റം തറവാട്ടിലുണ്ട് എന്ന്. പപ്പയ്ക്കറിയാം, പിന്നെ വല്യപ്പച്ചനും അറിയാം. ആദ്യമായി താൻ കൊട്ടാരമറ്റത്തേക്ക് പോയപ്പോൾ വല്യപ്പച്ചൻ പ്രത്യേകം ഉപദേശിച്ചിരുന്നു, നിന്റെ അമ്മയുടെ പേരും വിവരങ്ങളും ഒന്നും ആര് ചോദിച്ചാലും പറയണ്ട. അവർ ജീവിച്ചിരിപ്പുണ്ടെന്നോ അവരെ കണ്ടിട്ടുണ്ടെന്നോ ഒന്നും വിസ്തരിക്കാൻ നിൽക്കുകയും വേണ്ടെന്ന്. പറഞ്ഞാൽ എന്താ വല്യപ്പച്ചാന്ന് ചോദിച്ചപ്പോൾ, അതൊക്കെ പിന്നെ നാട് നീളെ എല്ലാവരും അറിയും. ഏഷണി അങ്ങ് പാലായിൽ എത്തിച്ചു കൊടുക്കാനും പിന്നെ ആളുണ്ടായെന്ന് വരും. അല്ല, ഞാൻ പറഞ്ഞില്ലെങ്കിലും പപ്പ ഇത് പറയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ലാലിച്ചനാ പറഞ്ഞത് നിന്നോട് ഈ കാര്യം പ്രത്യേകം ഓർപ്പിക്കണമെന്ന്. ഞാൻ എങ്ങനെയാ കുളത്തുപുഴയിൽ വന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ എന്തുത്തരം പറയും? നീ അഗതി മന്ദിരത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ മതി. ലാലിച്ചൻ്റെ മകളാണ് നീ എന്നറിയാവുന്ന ഒരാൾ നിന്നെ ലാലിച്ചൻ്റെ അടുത്ത് എത്തിച്ചു, അത്രമാത്രം മതി. അവൾ വീണ്ടും ഓർക്കുകയാണ് വല്യപ്പച്ചനോട് ചോദിച്ച ചോദ്യം. പപ്പയുടെ അനുജന്മാർക്ക് അറിയില്ലേ വല്യപ്പച്ച? ലാലിച്ചന് പണ്ടൊരു പാലാക്കാരി പെണ്ണുമായി അടുപ്പമുണ്ടായിരുന്നു എന്നുള്ളതല്ലാതെ അതാരാ എന്താ എന്നൊന്നും അവർക്ക് ഓർമ്മയില്ല. 10-24 വർഷം കഴിഞ്ഞു പോയില്ലേ. കൊട്ടാരമറ്റം തറവാട്ടിൽ പോയപ്പോൾ ആൻസി ആൻറ്റിയും വത്സമ്മ ആൻറ്റിയും പ്രത്യേക താല്പര്യമെടുത്ത് ചോദിക്കുകയുണ്ടായി, തൻ്റെ അമ്മ ആരാണെന്നറിയുമോ എന്ന്. വല്യപ്പച്ചൻ്റെ നിർദ്ദേശമനുസരിച്ച് അറിയില്ല എന്ന് തന്നെ മറുപടി പറഞ്ഞു. ഇപ്പോഴിതാ ഷെറിൻ്റെ ചോദ്യത്തിന് മുൻപിൽ എന്തു മറുപടി പറയണമെന്നറിയാതെ അലീന അങ്ങനെ പതറിയിരിക്കുകയാണ്. അപ്പോൾ ഷെറിൻ അനുകമ്പാർദ്രമായ സ്വരത്തിൽ ചോദിക്കുകയാണ്, അറിയില്ല അല്ലേ? അനാഥാലയത്തിലെ കുഞ്ഞുങ്ങൾ എങ്ങനെ അറിയാനാ അവരുടെ അമ്മമാരാരാണെന്ന്? പക്ഷെ അവരുടെ അമ്മമാർക്കറിയാം. ഉടൻ തന്നെ അലീനയുടെ മറുപടി എത്തുകയാണ്, എല്ലാ അമ്മമാർക്കും അറിയില്ല. അവരറിയാതെയും ചില മക്കൾ അനാഥാലയത്തിൽ വന്നു ചേരുന്നുണ്ട്. നിന്റെ അമ്മ ആരാണെന്ന് ലാലിച്ചായൻ അറിയില്ലേ അലീന? അറിയാം. അപ്പച്ചനോ? ആ, വല്യപ്പച്ചനും അറിയാം. നീ അവരോട് ചോദിച്ചിട്ടില്ലേ ഇതിനെപ്പറ്റി? അതിനു മുൻപേ എനിക്കറിയാമായിരുന്നു എൻ്റെ അമ്മ ആരാണെന്ന്. ഷെറിൻ്റെ കണ്ണുകളിൽ അതിശയം വിടർന്നു. നിനക്കറിയായിരുന്നോ? എന്നിട്ട് എന്താ നീ പറയാത്തത്? ആരാ നിന്റെ അമ്മ? ഞാനത് പറയാൻ പാടില്ല. ആഹാ, ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്. നീ കണ്ടിട്ടുണ്ടോ നിന്റെ അമ്മയെ? കണ്ടിട്ടുമുണ്ട്. ആ സ്ത്രീ നിന്നെ കണ്ടിട്ടുണ്ടോ? അതെ, കണ്ടിട്ടുണ്ട്. എന്നിട്ട് തിരിച്ചറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ അത് നിന്റെ അമ്മയല്ല. ഞാൻ എൻ്റെ മോളെ എവിടെ വെച്ച് കണ്ടാലും തിരിച്ചറിയും, എത്ര കാലം കഴിഞ്ഞാലും. പക്ഷേ എൻ്റെ അമ്മയ്ക്കറിയില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന്. ജനിച്ചപ്പോഴേ അമ്മയുടെ കാഴ്ചപ്പാടിൽ ഞാൻ മരിച്ചുപോയി, അത്രേ അമ്മയ്ക്കറിയുകയുള്ളൂ. എന്നിട്ട് നീ എന്തുകൊണ്ട് പറഞ്ഞില്ല അവരുടെ മകളാണെന്ന്? അമ്മയ്ക്ക് മറ്റൊരു ഭർത്താവുണ്ട്, മക്കളുമുണ്ട്, ഒരു കുടുംബമുണ്ട്. ഷെറിൻ ജനാലയ്ക്ക് നേർക്ക് തുറച്ചു നോക്കി. ഇളം നീല നിറത്തിലുള്ള ജാലകവിരിയിൽ ഒരു സിനിമാ സ്ക്രീനിലെന്ന പോലെ അവൾ ചില സംഭവങ്ങൾ കാണുന്നുണ്ടെന്ന് അലീനയ്ക്ക് തോന്നി. ഷെറിൻ നിഷേധാർത്ഥത്തിൽ പതിയെ തലയാട്ടി. എന്നിട്ട് പറയുകയാണ്, എന്നോടും അപ്പോൾ അവർ കള്ളം പറഞ്ഞതാണ് അല്ലേ? കള്ളം പറഞ്ഞെന്നോ? എന്ത് കള്ളം? ആ, എൻ്റെ കുഞ്ഞും മരിച്ചു പോയെന്നാണ് എന്നോടും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആരാ പറഞ്ഞത്? എല്ലാവരും പറഞ്ഞു. ഓർഫനേജിൽ പോയി അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു.
അവിടെ ഇല്ലായിരുന്നു. അവരും പറഞ്ഞു മരിച്ചു പോയിരിക്കാമെന്ന്. അവിടുന്ന് ആരോ ദത്തെടുത്തു കൊണ്ടുപോയി. കുറച്ചുനാൾ കഴിഞ്ഞ് അസുഖം വന്ന് മരിച്ചും പോയി. ഷെറിന്റെ മുഖം തന്റെ കുട്ടി മരിച്ചുപോയൊരു അമ്മയുടെ തന്ന പോലെ വെളുത്തു വിളറി. ചുണ്ടുകൾ ഇരുണ്ടു. മുഖം മാത്രമല്ല, അവളുടെ ശരീരവും മുറുകുകയാണെന്ന് തോന്നുമായിരുന്നു. കൈകൾ രണ്ടും അവൾ മടിയിൽ ചുരുട്ടിപ്പിടിച്ചു. അപ്പോൾ അലീന പറയുകയാണ്, സത്യം എന്താണെന്ന് നമുക്ക് അന്വേഷിച്ചറിയാം. ഷെറിൻ മൗനമായിരിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന സമചിത്തതയ്ക്ക് മാറ്റം വന്നുവെന്ന് അലീനയ്ക്ക് മനസ്സിലായി. കുറേ നിമിഷങ്ങൾക്ക് ശേഷം ഷെറിൻ മെല്ലെ മുഖം തിരിച്ച് അലീനയെ ഒന്ന് നോക്കി. എനിക്കൊരു മോൾ ഉണ്ടായിരുന്നോ ശരിക്കും? അലീന അന്താളിച്ചു പോയി. അവൾ ചോദിക്കുകയാണ്, എന്തുപറ്റി? ഇപ്പം എനിക്ക് തോന്നുന്നു ഇല്ലായിരുന്നുവെന്ന്. ഒരുപക്ഷെ ഞാൻ സ്വപ്നത്തിൽ കണ്ടതായിരിക്കാം. മരിച്ചു പോകുന്നത് മാത്രം ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് സംശയം. അതുകൂടി കണ്ടിരുന്നെങ്കിൽ. ഒരു സ്വപ്നത്തിലെന്ന പോലെ ഷെറിൻ സംസാരിച്ചു കൊണ്ടേയിരുന്നു. എന്നിട്ട് തന്നെത്താൻ ചിരിച്ചു. അലീനയ്ക്ക് ആ കാഴ്ച കണ്ടപ്പോൾ സങ്കടം വന്നു. ഒരു കുഞ്ഞിനെ പ്രസവിച്ചതും പിന്നീട് അതിനെ നഷ്ടപ്പെട്ടതുമെല്ലാം സത്യമോ മിഥ്യയോ എന്നറിയാതെ മനോരോഗത്തിനപ്പുറത്തും ഇപ്പുറത്തും പെൻഡുലം പോലെ ചാഞ്ചാടുന്ന ദുർബലമായ മനസ്സുമായി ഒരമ്മ. രാത്രിയിൽ അവതക്കുട്ടിച്ചായൻ അലീനയുടെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, ഇവളെ നിന്റെ മുറിയിലാണോ കിടത്തുന്നേ? അതേ വല്യപ്പച്ച, ഇത് നിനക്ക് മാത്രമായിട്ട് ലാലിച്ചൻ തന്ന മുറിയല്ലേ മോളെ? അവൾക്കിതിന്റെ തൊട്ടപ്പുറത്തെ മുറിയിൽ കിടക്കാമല്ലോ. ഇന്നിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ വല്യപ്പച്ച, ഇവിടമെല്ലാം ഒന്ന് പരിചയമാകട്ടെ. മോളെ, ഇതൊക്കെ ആദ്യമേ ചെയ്യുന്നതാണ് നല്ലത്. പിന്നീട് മാറ്റുമ്പോൾ അതൊരു വിഷമത്തിന് കാരണമാകും. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ള കൂട്ടത്തിലൊന്നും അല്ല അവള്. ഇവിടെ കിടന്നാൽ എന്താ വല്യപ്പച്ച? നിനക്ക് ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയില്ലെന്ന് വരും, അത്രേ ഉള്ളൂ. രാത്രിയിലൊക്കെ ഓർക്കാപ്പുറത്ത് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടുകൊണ്ട് മുറിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ചിലപ്പോൾ പാട്ടുപാടും, വർത്തമാനം പറയും, ചിരിക്കും, കരയും. നീ പേടിക്കാതിരിക്കാൻ വേണ്ടിയാ ഞാനിതൊക്കെ പറയുന്നത് കേട്ടോ. അലീനയ്ക്കത് കേട്ടപ്പോൾ ലേശം ഉൾഭയം തോന്നി. എന്നിട്ട് ചോദിക്കുകയാണ്, അല്ല എന്നും അങ്ങനെയാണോ? എന്നുമില്ല, വല്ലപ്പോഴുമൊക്കെ. ഉപദ്രവിക്കുകയൊന്നുമില്ലല്ലോ? ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ച് ഒന്നും മുൻകൂട്ടി പറയാനും പറ്റില്ല. അതുമാത്രവുമല്ല, അവൾ കിടക്കുന്ന മുറി പുറമേ നിന്ന് പൂട്ടും. അല്ലെങ്കിൽ രാത്രിയിൽ ചിലപ്പോൾ ഇറങ്ങിപ്പോയെന്ന് വരും. അലീന ഷെറിനെ ഒന്ന് നോക്കി. ഇതൊന്നും തന്നെ സംബന്ധിച്ച കാര്യമേ അല്ലെന്ന മട്ടിൽ തലയും ചൊറിഞ്ഞ് കൈനഖങ്ങൾ നോക്കിയിരിക്കുകയാണവൾ. സാരമില്ല വല്യപ്പച്ച, എന്തായാലും എൻ്റെ കൂടെ കിടന്നോട്ടെ ഇന്ന് രാത്രി. വല്യപ്പച്ചന് അത് അത്ര തൃപ്തികരമല്ലെന്ന് അലീനയ്ക്ക് തോന്നി. നിന്നെ ലാലിച്ചൻ വിളിച്ചു കേട്ടോ, അങ്ങോട്ട് ചെല്ലാൻ. ഞാനത് പറയാൻ വന്നതാണ്. അലീനയ്ക്ക് ആശ്ചര്യമായി തോന്നി. തുടർന്ന് ഷെറിനോട് പറയുകയാണ് അലീന, ഇവിടെ ഇരുന്നോ കേട്ടോ, ഞാൻ ഇപ്പോൾ വരാമേ. ഒരു കുട്ടിയെപ്പോലെ ഷെറിൻ തലയാട്ടി. ഇടനാഴിയിലൂടെ സ്റ്റാൻലിയുടെ മുറിയിലേക്ക് നടക്കുന്നതിനിടയിൽ അവതക്കുട്ടിച്ചാൻ പറയുകയാണ്, അവളെ ഒറ്റയ്ക്ക് കിടത്തുന്നത് തന്നെ മോളെ നല്ലത്. ചില സമയത്ത് പൈത്യം ഇളകിയാൽ പിന്നെ നിനക്ക് സ്വൈരം കിട്ടത്തില്ല. സാരമില്ല വല്യപ്പച്ച, ഞാൻ നോക്കിക്കൊള്ളാം. കുഞ്ഞെ നീ കണ്ടിട്ടില്ലാത്തത് കൊണ്ടാ. അതൊരു ബാധ കയറിയതുപോലെയാ. അറിയാത്തവർക്ക് കണ്ടാൽ പെട്ടെന്ന് പേടി വരും. സാരമില്ല, എന്നെ ഉപദ്രവിക്കില്ല. ഞാൻ ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ. എന്നോട് റാണി ആൻറ്റിക്ക് ഇഷ്ടമാണ്. അവൾ വല്ലതും പറഞ്ഞോ നിന്നോട്? ഒരു മോളുണ്ടെന്ന് പറഞ്ഞു. എല്ലാവരും കൂടി അതിനെ ഓർഫനേജിൽ ഉപേക്ഷിച്ചെന്നും പറഞ്ഞു. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നറിയില്ല. മരിച്ചു പോയെന്ന് ആരൊക്കെയോ കള്ളം പറഞ്ഞ് വിശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു അത്രേ. എല്ലാം അവളുടെ ഓരോരോ തോന്നലുകളാ. പിന്നെ ഈ കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കിക്കോണം, അത് പൈത്യം തുടങ്ങിയതിൻ്റെ ലക്ഷണമാണെന്ന്. വല്യപ്പച്ച, ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു മോൾ ഉണ്ടായിരുന്നു എന്നൊക്കെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് പൈത്യമാണോ? പിന്നല്ലാതെ. ഉടൻ തന്നെ അലീന വീണ്ടും ചോദിക്കുകയാണ്, ഇനി അഥവാ അത് സത്യമാണെന്ന് തെളിഞ്ഞാൽ ഞാൻ വല്യപ്പച്ചനെ എങ്ങനെ കരുതണം? ആ വൃദ്ധൻ ആ ചോദ്യം കേട്ട് അന്താളിച്ചു പോയി. ചോദ്യം സൗമ്യമായിരുന്നുവെങ്കിലും അതിലുണ്ടായിരുന്ന മുൾമുന അയാളുടെ ഹൃദയത്തിൽ ചെന്ന് തറച്ചു കയറി. സ്റ്റാൻലിയുടെ റൂമിന്റെ മുൻപിലെത്തിയിരുന്നതിനാൽ ഔതക്കുട്ടിച്ചായന് അതിന് മറുപടി പറയേണ്ടി വന്നില്ല. ആ ചോദ്യത്തിന് മറുപടി കാത്തു നിൽക്കാതെ അവൾ ഡോർ ഹാൻഡിൽ പിടിച്ചു തിരിച്ച് വാതിൽ തുറന്നു. പപ്പ നായ്ക്കൾക്കൊപ്പം സോഫയിലിരിക്കുന്നത് അലീന കണ്ടു. അയാൾ പെട്ടെന്ന് അലീനയെ കൈയാട്ടി വിളിച്ചു, വാ. അലീന അകത്തേക്ക് കടന്നു. ടീപ്പോയിൽ മദ്യക്കുപ്പി, സോഡ, സിഗരറ്റ്, ഒഴിഞ്ഞ ഗ്ലാസ് എന്നീ പതിവ് സംഗതികളെല്ലാം ഉണ്ട്. അലീന പപ്പയുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും അയാൾ തൊട്ടടുത്ത് തന്നെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, ഇങ്ങോട്ടിരിക്കെ. തുടർന്ന് സ്റ്റാൻലി അല്പം നിരങ്ങി മാറി അവൾക്ക് ഇരിക്കുവാൻ സ്ഥലം കൊടുത്തു. അയാളോട് ചേർന്നിരുന്ന ജർമ്മൻ ഷെപ്പേർഡും അല്പം സഹകരിച്ചു. അവൾ ഇരുന്നതും നായ അവളുടെ മടിയിലേക്ക് തല നീട്ടി വെച്ചു കൊടുത്തു. അങ്ങനെ ചെയ്താൽ അവൾ അവൻ്റെ ചെവിയും തലയും തടകിക്കൊടുക്കുമെന്ന് അവനും അറിയാം. തൊട്ടടുത്ത നിമിഷം സ്റ്റാൻലി ഔതക്കുട്ടിച്ചായൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിക്കുകയാണ്, അപ്പച്ചനെന്തിനാ നിൽക്കുന്നത്? ഒരു പെഗ് കഴിക്കുന്നോ? എനിക്ക് വേണ്ട. എന്നാ പിന്നെ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ഇവളെ തിരിച്ചു മുറിയിലെത്തിക്കേണ്ടേടാ. ആഹാ, കൊള്ളാലോ. അങ്ങ് 110 മൈലുണ്ടല്ലോ ഇവിടുന്ന് അവളുടെ ബെഡ്റൂമിലേക്ക് പോകാൻ. സാരയില്ല, ഞാനൊരു ടാക്സി പിടിച്ച് അങ്ങ് കയറ്റി വിട്ടോളാം. ഔതക്കുട്ടിച്ചായന് ദേഷ്യം വന്നു. അയാൾ പറയുകയാണ്, വിളിച്ചോണ്ട് വരാൻ ഞാൻ തന്നെ വേണമായിരുന്നു. വെറുതെ അല്ല പഴഞ്ചൊല്ല്, പാലം കടക്കുവോളം നാരായണ. പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാനൊന്നും പറയുന്നില്ല.
അവതക്കുട്ടിച്ചാൻ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് പെട്ടെന്ന് മുറിവിട്ട് പുറത്തേക്കിറങ്ങി. ഉടനെ സ്റ്റാൻലി, ആ വാതിൽ കൂടി അങ്ങടച്ചേക്ക്. അവതക്കുട്ടിച്ചാൻ ആ ദേഷ്യത്തിൽ വാതിലടയ്ക്കുമ്പോൾ അതിനല്പം ശക്തി കൂടിപ്പോയി. ഉടനെ സ്റ്റാൻലി ഒരു ചെറിയ ചിരിയോടെ അലീനയോട് പറയുക, കണ്ടല്ലോ അപ്പച്ചൻ്റെ ദേഷ്യം. അപ്പച്ചന് ഇവിടെ ഇരുന്ന് കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. പിന്നെ എന്തിനാ പപ്പ പറഞ്ഞയച്ചത്? അത് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്. നിനക്കത് മനസ്സിലായില്ലേ? പപ്പ ഇന്നിപ്പോൾ എത്ര പെഗ് കഴിച്ചു? 4 ചുരുട്ടോ 3. ഒരു പെഗ്ഗിന് എത്ര രൂപയാവും പപ്പ? ഇത്തിരി വില കൂടിയതാണിത്. എന്നാലും എത്ര രൂപ വരും? ഒരു 400 രൂപ. ചുരുട്ടിനോ? 50 രൂപയ്ക്ക് താഴെയുള്ളൂ. നാളെ മുതൽ പപ്പ ഇതിലെല്ലാം ഓരോന്ന് വീതം കുറച്ചിട്ട് 450 രൂപ അതെനിക്ക് തരുമോ? അതെന്തിനാണ്? അതെ, പാവങ്ങൾക്ക് കൊടുക്കാനാ. നിനക്ക് എത്ര രൂപ വേണോ അലീന? അതൊക്കെ ഞാൻ തരുമല്ലോ. അങ്ങനെയൊന്നും വേണ്ട. 4 പെഗ് 3 കുറച്ചിട്ട് കിട്ടുന്ന ലാഭം അത് മതി എനിക്ക്. ആഹാ, അതൊരു വാശിയാണല്ലോ. അല്ല പപ്പ, പപ്പ എനിക്ക് വേണ്ടി പപ്പയുടെ ഒരു ഇഷ്ടം വേണ്ടെന്ന് വെക്കുമ്പോൾ എനിക്ക് പപ്പയോട് സ്നേഹം കൂടും. പപ്പ ഒരു പെഗ് കുറച്ച് കഴിക്കുമ്പോൾ പപ്പയുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കും. പപ്പ വേണ്ടെന്ന് വെക്കുന്ന ആ പെഗ്ഗിൻ്റെ പൈസ കൊണ്ട് ഒരു വർഷത്തിനകം വീടില്ലാത്ത 2 കുടുംബത്തിനെങ്കിലും ഓരോ വീടുണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ സ്ത്രീധനം കൊടുക്കാൻ നിവൃത്തിയില്ലാത്ത 2 പെൺകുഞ്ഞുങ്ങളുടെ കല്യാണം നടത്താം. അതുമല്ലെങ്കിൽ ഫീസും പുസ്തകവും യൂണിഫോമും ഇല്ലാത്ത 20 കുട്ടികളെ പഠിപ്പിക്കാം. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടവും ഇല്ലല്ലോ, ലാഭം മാത്രമേ ഉള്ളൂ. പപ്പയൊന്ന് കണക്ക് കൂട്ടി നോക്കിക്കേ. സ്റ്റാൻലി തെല്ലൊന്ന് അമ്പരന്ന മട്ടിൽ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. പിന്നെ ശബ്ദം താഴ്ത്തി പറയുകയാണ്, ഞാൻ എപ്പോഴും വില കൂടിയ മദ്യമൊന്നും അല്ല കഴിക്കാറ്. ശരി, വില കൂടിയത് കഴിക്കുമ്പോൾ ആദ്യത്തെ പെഗ് വേണ്ടെന്ന് വെച്ചിട്ട് ആ പൈസ എനിക്ക് തരണം. വില കുറഞ്ഞത് കഴിക്കുമ്പോൾ അവസാനത്തേതും വേണ്ടെന്ന് വെക്കണം. പക്ഷെ ഒരു കാര്യം, എന്നെ പറ്റിക്കരുത്. പപ്പയ്ക്ക് വേണ്ടുവോളം കുടിച്ചിട്ട് ഒരെണ്ണം കുറച്ചിട്ടുണ്ട് എന്നൊന്നും എന്നോട് പറയരുത്. എനിക്ക് കൃത്യമായ അളവൊന്നുമില്ല മോളെ. രാവിലെ മുതൽ കഴിച്ചു തുടങ്ങും. ഉച്ചയ്ക്ക് മുമ്പും കഴിക്കും, 5 മണിക്കും 8 മണിക്കും കഴിക്കും, പിന്നെ കിടക്കുന്നതിന് മുൻപും. കുപ്പികളെല്ലാം സൂക്ഷിക്കുന്ന അലമാരയുടെ താക്കോല് പപ്പ എന്നെ ഏൽപ്പിച്ചാൽ മതി. ആവശ്യമുള്ളപ്പോഴെല്ലാം ഞാനെടുത്ത് തന്നോളാം. അത് മോശമാണ്. നിന്നെക്കൊണ്ട് ഞാൻ മദ്യം ഒഴിപ്പിച്ച് കഴിക്കുക, അത് ശരിയാവില്ല. പപ്പയും ഞാനും മാത്രം അറിഞ്ഞാൽ മതി. ഔതക്കുട്ടിച്ചായനോട് പോലും പറയണ്ട. ആ സ്വാതന്ത്ര്യം വന്നാലേ ആരെങ്കിലും മതിയെന്ന് പറഞ്ഞ് കയ്യിൽ കയറി പിടിച്ചാൽ എനിക്കൊരു തൃപ്തി വരില്ല. കൂടുതൽ കഴിക്കണമെന്ന് തോന്നും. ആഹാ, ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കയ്യെ കയറി പിടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു കുഴപ്പമില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു മോളെ, പിന്നെ അത് പതിയെ അങ്ങ് മാറിയതാ. പക്ഷേ ഇതങ്ങനെയല്ല. ഇതും അങ്ങനെ തന്നെയാ. കേണലിൻ്റെ വിചാരം ലോകത്തിൽ ആരെയും പേടിക്കാനില്ലെന്നാ. ഉടൻ തന്നെ സ്റ്റാൻലി ഒരു മദ്യക്കുപ്പി എടുത്ത് അടപ്പ് തുറന്നു പിടിച്ചിട്ട് പറയുകയാണ്, നിന്നെ വിളിപ്പിച്ചത് മണ്ടത്തരമായോ? ഉടനെ അലീന, പപ്പ ഇങ്ങനെയൊന്ന് വിചാരിച്ചാൽ മതി. പപ്പയുടെ മോൾ ഒരു അനാഥാലയത്തിലാണ് ജീവിച്ചത്. മനസ്സലിവുള്ളവർ ദാനമായിട്ട് കൊടുത്ത ഭക്ഷണമാണ് അവൾ കഴിച്ചത്. അവരൊക്കെ ദാനം തന്ന ഉടുപ്പുകൾ ഇട്ടുകൊണ്ടാണ് നടന്നിട്ടുള്ളത്. ആരോ വാങ്ങിത്തന്ന പുസ്തകങ്ങളും ബുക്കുകളും വെച്ചാണ് പഠിച്ചത്. ആ കടം വീട്ടണ്ടേ പപ്പ? 1-2 പെഗ് ദിവസവും വേണ്ടെന്ന് വെച്ചിട്ട് പപ്പ ആ പൈസ പാവങ്ങൾക്ക് ദാനമായി കൊടുക്കുവാൻ വേണ്ടി എന്നെ ഏൽപ്പിക്കുമ്പോൾ കുഞ്ഞുനാളിൽ പപ്പ എനിക്ക് നല്ലൊരു പുത്തൻ ഉടുപ്പ് വാങ്ങിച്ചു തന്നതുപോലെയാണ് എനിക്ക്. അലീനയുടെ ആ സംസാരം കേട്ടുകൊണ്ട് സ്റ്റാൻലി ഇടത് കൈയിൽ മദ്യക്കുപ്പിയും വലത് കൈയിൽ അതിൻ്റെ കോർക്കടപ്പുമായി ഇതികർത്തവ്യം മൂഢനായിരുന്നു പോയി. അലീന ഓർഫനേജിനെ പറ്റി പറയുമ്പോഴെല്ലാം അയാൾ അസ്വസ്ഥനായിരുന്നു. അവിടെ അവൾ അനുഭവിച്ച യാതനകളെക്കുറിച്ച് പറയുമ്പോൾ അയാൾ അധീരനും ദുർബലനുമായി പോകുന്നു. വീണ്ടും അലീന പറയുക, പപ്പ അതും കൂടി ഒഴിച്ചു കുടിച്ചു. നാളെ മുതൽ നമുക്ക് തുടങ്ങാം. നാളെ 1-ാമത്തെ ദിവസം. 24 വർഷം മുമ്പ് എന്നെ സ്നേഹനികേതനിൽ കൊണ്ടുവന്ന ദിവസം. ഒരു ചോര കുഞ്ഞ്. ഒന്നും ഓർക്കാറായിട്ടില്ല, കരയാൻ മാത്രമേ അറിയുള്ളൂ. ഓർഫനേജിലുണ്ടായിരുന്ന ചേച്ചിമാരോ ബ്രിജിത്ത മമ്മിയോ ആരെങ്കിലും എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. വിശന്ന് കരഞ്ഞപ്പോൾ മടിയിൽ കിടത്തി കുപ്പിപ്പാല് തന്നിട്ടുണ്ടാവും. എനിക്ക് തണുക്കാതിരിക്കുവാൻ ഒരു കുഞ്ഞുടുപ്പ് ഇടിവിക്കുകയും ഒരു ടവൽ കൊണ്ട് പുതപ്പിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ആദ്യത്തെ ദിവസത്തെ ആ കടം നമുക്ക് നാളെ തീർക്കണം. 2-ാം ദിവസത്തെ കടം മറ്റന്നാൾ, 3-ാം ദിവസത്തെ കടം, അങ്ങനെ ഓരോ ദിവസത്തെയും. ഇത്രയും പറഞ്ഞതിന് ശേഷം അലീന സ്റ്റാൻലിയുടെ നേർക്ക് കൈനീട്ടി. അവൾക്ക് ഒരു വാഗ്ദാനം ലഭിക്കണം. സ്റ്റാൻലി മദ്യക്കുപ്പിയിലേക്കും വലത് കൈയിലിരുന്ന കോർക്കിലേക്കും നോക്കി. അലീനയെ ഒന്നുകൂടി നോക്കിയതിനു ശേഷം അയാൾ കോർക്കിട്ട് കുപ്പി അടച്ചു. അനന്തരം അലീനയുടെ നീട്ടിയ കൈത്തലം പിടിച്ചമർത്തി. എന്നിട്ട് പറയുകയാണ്, ശരി, സമ്മതിച്ചിരിക്കുന്നു. പപ്പയ്ക്ക് ദേഷ്യമൊന്നുമില്ലല്ലോ? അലീന അത് പറയുമ്പോൾ അവളുടെ മിഴികൾ നിറഞ്ഞു. അയാൾ അവളുടെ തോളത്ത് കൈവച്ച് ചേർത്ത് പിടിക്കുക മാത്രം ചെയ്തു. അലീന പപ്പയുടെ തോളത്തേക്ക് തല ചേർത്ത് വെച്ച് പതിയെ കണ്ണു തുടച്ചു. ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം സ്റ്റാൻലി അലീനയോട് ചോദിക്കുകയാണ്, നിന്നെ ഞാൻ വിളിപ്പിച്ചത് എന്തിനാണെന്ന് നിനക്ക് മനസ്സിലായോ? ഇല്ല, പപ്പ പറഞ്ഞില്ലല്ലോ. ഷെറിനെ പറ്റി ആരാ നിന്നോട് പറഞ്ഞത്? അപ്പച്ചനാണോ? വല്യപ്പച്ചൻ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പുനലൂരിൽ നിന്നും കിട്ടിയ വിവരങ്ങളാണോ?
അല്ല പപ്പ. പിന്നെന്താണ്? ഷെറിൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ചോദിച്ചപ്പോൾ ഒരു മോൾ ഉണ്ടായിരുന്നു എന്ന് സമ്മതിച്ചു. അത്രേ ഉള്ളൂ. പപ്പയ്ക്കറിയാവുന്ന കാര്യമല്ലേ അതെല്ലാം. ഞാനിവിടെ ഒരൊറ്റയാനായിട്ടാണ് ജീവിച്ചു പോകുന്നത്. അപ്പച്ചൻ ആണ്ടിൽ ഒരിക്കലോ മറ്റോ വന്നു പോകും. ഞാൻ തറവാട്ടിലേക്ക് പോകാറേയില്ല. അവിടുത്തെ വിവരങ്ങളൊന്നും അതുകൊണ്ട് തന്നെ എന്നെ ആരും അറിയിക്കാറുമില്ല. കല്യാണമോ മരണമോ ഉണ്ടായാൽ മാത്രം പോകും. ഷെറിൻ്റെ കല്യാണത്തിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല. അവൾക്കെന്തോ മാനസിക രോഗമുണ്ടെന്നും ഹസ്ബൻഡ് ഉപേക്ഷിച്ചു പോയി എന്നും മാത്രം അറിയാം. എന്നെ പങ്കെടുപ്പിക്കാത്ത വിഷയങ്ങളിലൊന്നും ഞാൻ തലയിടാറില്ല, അന്വേഷിക്കാറുമില്ല. പപ്പ, കല്യാണത്തിന് മുൻപ് റാണി ആൻറ്റി ഒരു കുഞ്ഞിനെ പ്രസവിച്ച വിവരം പപ്പ അറിഞ്ഞിട്ടേ ഇല്ല? അതൊന്നും എന്നോടാരും പറഞ്ഞിട്ടില്ല. ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നുവെന്നോ അതിലെന്തോ കുഴപ്പങ്ങളുണ്ടായിരുന്നെന്നോ ഒക്കെ പിന്നീട് ആരോ പറഞ്ഞു കേട്ടു. എന്നെ അറിയിക്കുവാൻ ആർക്കും താല്പര്യമില്ലായിരുന്നിരിക്കാം. ആ, അറിയാൻ പപ്പയ്ക്കും ആഗ്രഹമില്ലായിരുന്നു. അതെന്തെങ്കിലും ആകട്ടെ. എന്നോ ഒരിക്കൽ ഷീ ബീൻ കൺസീവിങ് എന്നൊരു ബാഡ് ന്യൂസ് കേട്ടിരുന്നു. അതായിരുന്നു കുഴപ്പമെന്ന് തോന്നുന്നു. ഞാൻ പറയാം പപ്പ. റാണി ആൻറ്റി എറണാകുളത്ത് പഠിച്ചിരുന്ന കാലത്ത് അവിടെ പാലാരിവട്ടത്തിനടുത്ത് തമ്മനത്തുള്ള ജിജോ എന്ന ഒരാളുമായി സ്നേഹത്തിലായിരുന്നു. ജിജോയുടെ പപ്പയും ഒരു എക്സ് മിലിറ്ററിക്കാരനാണ്. പേര് മാമച്ചൻ. മമ്മിയുടെ പേര് ഗ്രേസമ്മ. വീട്ടിലൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയുള്ള ഇഷ്ടമായിരുന്നു. കല്യാണം ആലോചിക്കുന്നതിനിടയിൽ ജിജോ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ചു. ആ സമയം റാണി ആൻറ്റി ഗർഭിണിയായിരുന്നു. കുറെ താമസിച്ചാണ് പുനലൂരിലെ വീട്ടിൽ ഈ വിവരം അറിഞ്ഞത്. എന്തായാലും റാണി ആൻറ്റി ആ കുഞ്ഞിനെ പ്രസവിച്ചു. തുടർന്ന് തിരുവനന്തപുരത്തെ ഒരു അഗതി മന്ദിരത്തിന് ആ കുഞ്ഞിനെ സംഭാവന ചെയ്തിട്ട് വല്യപ്പച്ചനും കൂട്ടരും കുടുംബത്തിൻ്റെ മാനം രക്ഷിച്ചു. പക്ഷേ റാണി ആൻറ്റി കുട്ടിയെ കാണണമെന്ന് വാശി പിടിക്കുവാൻ തുടങ്ങി. നിവൃത്തിയില്ലാതെ തറവാട്ടിലുണ്ടായിരുന്നവർ ഇടയ്ക്കിടയ്ക്ക് റാണി ആൻറ്റിയെ തിരുവനന്തപുരത്തെ ഓർഫനേജിൽ കൂട്ടിക്കൊണ്ടുപോയി കുഞ്ഞിനെ കാണിച്ചു കൊടുക്കും. സ്റ്റാൻലി ആശ്ചര്യസ്തബ്ധനായി അലീനയെ തന്നെ നോക്കിയിരിക്കുകയാണ്. അയാൾ ഇതേപ്പറ്റിയൊന്നും മുൻപ് കേട്ടിട്ടുകൂടിയില്ല. അലീന തുടർന്ന് പറയുകയാണ്, 2 വയസ്സ് കുഞ്ഞിനായപ്പോൾ വീട്ടുകാരെല്ലാവരും കൂടി നിർബന്ധിച്ച് റാണി ആൻറ്റിയുടെ കല്യാണം നടത്തി. ആ, അതെനിക്കറിയാം. ടോണി എന്നു പേരുള്ള ഒരു ഗൾഫുകാരൻ, മൂവാറ്റുപുഴ സ്വദേശി. കല്യാണം കഴിഞ്ഞ് അയാൾ അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോയി എന്നുള്ള കാര്യവും എനിക്കറിയാം. അതെ പപ്പ. പക്ഷെ 1.5 വർഷത്തിന് ശേഷം റാണി ആൻറ്റി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തിരുവനന്തപുരത്തെ ഓർഫനേജിൽ ചെന്നു കുഞ്ഞിനെ കാണാൻ. പക്ഷേ ആ കുഞ്ഞപ്പോഴവിടെ ഉണ്ടായിരുന്നില്ല. അതിനെ ആരോ ദത്തെടുത്തു കൊണ്ടുപോയി എന്നും പിന്നീട് ആ കുഞ്ഞ് എന്തോ രോഗം വന്നു മരിച്ചുപോയി എന്നുമാണ് റാണി ആൻറ്റിക്ക് കിട്ടിയ വിവരം. റാണി ആൻറ്റി പക്ഷേ അത് വിശ്വസിച്ചില്ല. തിരിച്ച് ഗൾഫിൽ ചെന്ന ശേഷം റാണി ആൻറ്റിക്ക് മോളെപ്പറ്റി ഓർത്ത് സ്വസ്ഥത നഷ്ടപ്പെട്ടു. ആ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് തീർച്ചയില്ല. കൊന്നതാണോ ആർക്കെങ്കിലും വിറ്റതാണോ എന്നും അറിയില്ല. ഒരമ്മയ്ക്ക് ഇതൊക്കെ താങ്ങാൻ പറ്റുമോ? എന്തായാലും റാണി ആൻറ്റിയുടെ ഭർത്താവ് മാനസിക രോഗിയായ ഭാര്യയും കൂട്ടി നാട്ടിൽ തിരിച്ചെത്തി. കൊട്ടാരമറ്റം തറവാട്ടിൽ ചെന്ന് ചോദിച്ചപ്പോൾ കുട്ടിയുണ്ടായത് സത്യമാണെന്ന് വീട്ടിലുള്ളവർക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെയാ റാണി ആൻറ്റി ഉപേക്ഷിക്കപ്പെട്ടത്. സ്റ്റാൻലി അവിശ്വസനീയതയോടെ തലയാട്ടി. കുറച്ചുനേരം അയാൾ അനങ്ങാതെ ഇരുന്നു. താടി ഒഴിഞ്ഞുകൊണ്ട് ജനാലയ്ക്ക് നേർക്ക് നോക്കി. പിന്നെ കുപ്പിയെടുത്ത് കോർക്ക് തുറന്ന് ഗ്ലാസ്സിലൊഴിക്കാൻ ഭാവിച്ചിട്ട് പെട്ടെന്നൊരു പുനരാലോചനയിൽ അത് വേണ്ടെന്ന് വെച്ചു. കോർക്കിട്ട് കുപ്പി അടച്ചു. തുടർന്ന് അയാൾ ചോദിക്കുകയാണ്, ഇതെല്ലാം സത്യമാണോ? സ്റ്റാൻലിക്ക് വിശ്വാസം വരുന്നില്ല. അപ്പോൾ അലീന, എല്ലാ സത്യങ്ങളും അറിയില്ല. ഒരുപക്ഷെ യഥാർത്ഥ സത്യം ഇതിനേക്കാൾ ഭയാനകമായിരിക്കും. സ്റ്റാൻലി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. എന്നിട്ട് പറയുകയാ, അപ്പച്ചൻ പണ്ട് മുതലേ അന്തസ്സിൻ്റെ ആളാ. തറവാടിൻ്റെ അന്തസ് നോക്കി എന്തും ചെയ്യൂ. ഔസേപ്പച്ചനും ആൽബർട്ടുമാണെങ്കിൽ അതിൻ്റെ ഹോൾസെയിൽ ബിസിനസ്സുകാരാണ്. അപ്പോൾ അലീന ചോദിക്കുകയാണ്, എന്താ പപ്പ ഈ അന്തസ്സെന്ന് വെച്ചാൽ? അതെവിടെ ഇരിക്കുന്നത്? മോടി പിടിപ്പിച്ച വലിയ ബംഗ്ലാവിലും വില കൂടിയ കാറിലും മുള്ളിവേലി കെട്ടി അതിര് തിരിച്ച എസ്റ്റേറ്റിലുമാണോ? വലിയ ഇരുമ്പ് ഗേറ്റിൽ എഴുതി വെച്ച കൊട്ടാരമറ്റം എന്ന വീട്ടുപേരിലാണോ? ആ അന്തസ് എത്ര കാലം നിലനിൽക്കും? ബംഗ്ലാവ് ആരെങ്കിലും ഇടിച്ചു കളഞ്ഞ് പുതിയത് പണിയും. ഇരുമ്പ് ഗേറ്റ് ആക്രി കടക്കാർ കൊണ്ടുപോകും. എസ്റ്റേറ്റ് അനേകം കഷ്ണങ്ങളായി പങ്കിട്ടു പോകും. 200 കൊല്ലം മുമ്പ് കൊട്ടാരമറ്റം തറവാട്ടിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്ന് പപ്പയ്ക്ക് അറിയുമോ? ഒരു 500 കൊല്ലത്തിനപ്പുറത്ത് കൊട്ടാരമറ്റം എന്നൊരു തറവാട്ടു പേരെങ്കിലും ശേഷിക്കുമെന്ന് പപ്പയ്ക്ക് ഉറപ്പുണ്ടോ? ഇത് അന്തസ്സല്ല, അഹങ്കാരമാണ്. ശരിക്കുമുള്ള അന്തസ്സ് അവനവൻ്റെ ഹൃദയത്തിലാണ് വേണ്ടത്. ആ അന്തസ്സ് വിശക്കുന്നവന് ആഹാരം കൊടുക്കും, രോഗിയെ ശുശ്രൂഷിക്കും, വസ്ത്രമില്ലാത്തവന് വസ്ത്രം നൽകും, ദുഃഖിക്കുന്നവൻ്റെ കണ്ണുനീര് തുടച്ച് ആശ്വസിപ്പിക്കും, അനാഥരായവരെ സ്നേഹിക്കും. ആ അന്തസ്സിന് മാത്രമേ നിലനിൽപ്പുള്ളൂ. ഇത് ബ്രിജിത്ത മമ്മിയ ഞങ്ങളെ പഠിപ്പിച്ചത്. ഉടനെ സ്റ്റാൻലി തർക്കിക്കുകയാണ്, അതൊക്കെ നമുക്ക് പറയാൻ കൊള്ളാം. അയൽക്കാരെ കൊണ്ടും നാട്ടുകാരെ കൊണ്ടും അപവാദം പറയിപ്പിക്കാതെ നമ്മൾ നോക്കണ്ടേ? ആര് നോക്കണം? അപവാദം പറയാതെ നോക്കേണ്ടത് അയൽക്കാരും നാട്ടുകാരുമാണ്, നമ്മളല്ല. നമ്മുടെ ജോലി എന്താ? അന്തസ്സായിട്ട് പെരുമാറുക. ഞാൻ പപ്പയുടെ മോളാണെന്നറിഞ്ഞപ്പോൾ പപ്പ അയൽക്കാരെയും നാട്ടുകാരെയും നോക്കിയോ? ഇല്ല. അന്തസ്സായിട്ട് എന്നെ സ്വന്തം മോളായി സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും എന്ത് സന്തോഷമാ. അയൽക്കാരും നാട്ടുകാരും പറയുന്നുണ്ടായിരിക്കും, റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ് നമ്മളാരും വിചാരിച്ചതുപോലെയല്ല.
കക്ഷിക്ക് രഹസ്യ പുത്രിയുണ്ട് എന്നൊക്കെ. അവർ പറയട്ടെ, നമുക്കെന്താ? നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞില്ലേ? മോളെ, നീ പറയുന്നത് ശരി തന്നെയാണ്. പക്ഷേ അവിവാഹിതയായ ഒരു പെൺകുട്ടി പ്രസവിക്കുന്നത് അന്തസ്സാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പപ്പ, എൻ്റെ അമ്മ പ്രസവിച്ചില്ലേ കല്യാണത്തിന് മുൻപേ? പപ്പയ്ക്കും അതിലൊരു പങ്കില്ലേ? ഞാൻ ഈ ഭൂമിയിൽ ജനിക്കരുതായിരുന്നോ? ഞാൻ ജീവിച്ചിരിക്കുന്നത് തെറ്റായിപ്പോയോ? ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ സ്റ്റാൻലി പകച്ചുപോയി. അയാൾക്ക് ഉത്തരമില്ല. അലീന വീണ്ടും പറയുകയാണ്, വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചിരുന്നവരാണ് ജിജോയും പപ്പയുടെ അനുജത്തിയും. ദുർവിധി കൊണ്ട് ആ ചെറുപ്പക്കാരൻ മരിച്ചുപോയി. ജീവനെപ്പോലെ സ്നേഹിച്ചയാളുടെ കുഞ്ഞിനെ നശിപ്പിച്ച് കളയാതെ അതിനെ പ്രസവിച്ച് വളർത്തണമെന്ന് റാണി ആൻറ്റി തീരുമാനിച്ചെങ്കിൽ അതല്ലേ ശരിക്കും അന്തസ്? അതിനു പകരം ആ പാവത്തിനെ ഭീഷണിപ്പെടുത്തി വയറ്റിലുള്ള കുഞ്ഞിനെ നശിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചു. ഒടുവിൽ എവിടെയോ കൊണ്ടുപോയി രഹസ്യ പ്രസവവും നടത്തി. കുഞ്ഞിനെ ഒരു ഓർഫനേജിൽ ഉപേക്ഷിച്ചു. ഒരു ചെറുപ്പക്കാരനെ ചതിച്ചു മകളെ കെട്ടിയേൽപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഓർഫനേജിലുണ്ടായിരുന്ന കുഞ്ഞിനെ ഇല്ലായ്മ ചെയ്തു. മകൾ കുഞ്ഞിനെ കാണാതെ മനം നൊന്ത് മാനസിക രോഗിയായി ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ട് തിരിച്ചു വന്നപ്പോൾ ഒരു മുറിയിൽ അടച്ചു പൂട്ടി. ഇങ്ങനെയാണോ കൊട്ടാരമറ്റം തറവാട്ടുകാർ അവരുടെ അന്തസ്സ് നിലനിർത്തുന്നത്? അത്രയും പറഞ്ഞു തീരുമ്പോഴേക്കും അലീന കിതയ്ക്കുന്നുണ്ടായിരുന്നു. ആവേശം അല്പം കൂടിപ്പോയി എന്ന് അവൾക്കും തോന്നി. സ്റ്റാൻലി ആശ്ചര്യത്തോടെ മകളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മന്ദമായി തലയാട്ടുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അലീനയ്ക്ക് അല്പം ആത്മനിന്ദ തോന്നി. താൻ അധിക പ്രസംഗമാണോ പറഞ്ഞത്? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. സ്റ്റാൻലി വീണ്ടും തല കുലുക്കി. അലീന പറയുകയാണ്, സോറി പപ്പ, ഞാൻ ഒരുപാട് വർത്തമാനം പറഞ്ഞു. അങ്ങനെ പറയരുതായിരുന്നു. സോറി. ഇനിയും പറഞ്ഞു, ഞാൻ കേൾക്കാം. പപ്പ എന്നെ സഹായിക്കുമോ? എന്ത് സഹായം? റാണി ആൻറ്റിയുടെ മോൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് വീണ്ടെടുത്തു കൊടുക്കണം. അതിന് പപ്പയുടെ സഹായം വേണം. സ്റ്റാൻലിയുടെ മറുപടിക്ക് വേണ്ടി അലീന അല്പനേരം കാത്തു. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, അതോ എന്നെപ്പോലെ ആ കുഞ്ഞും 23-30 വർഷക്കാലം ഒരു അനാഥാലയത്തിൽ ജീവിക്കണോ? റാണി ആൻറ്റി എന്നും മോളെ ഓർത്ത് സങ്കടപ്പെട്ട് ഇങ്ങനെ മനോരോഗിയായിട്ട് കഴിഞ്ഞുകൂടണോ? സ്റ്റാൻലിയുടെ മനസ്സിൽ പൊടുന്നനെ ആ ചിത്രം തെളിഞ്ഞു. ഏതോ അഗതി മന്ദിരത്തിൻ്റെ വരാന്തയിൽ തൂണും ചാരി വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു ബാലിക. അയാൾ പെട്ടെന്ന് പറയുകയാണ്, ഞാൻ സഹായിക്കാം. സഹായിക്കാം. അലീനയുടെ മുഖത്തൊരു ചിരി വിടരുന്നത് അയാൾ കണ്ടു. അവൾ അയാളുടെ കൈത്തലം പിടിച്ചുയർത്തി കൈവെള്ളയിൽ ഒരു ഉമ്മ വെച്ചു. എന്നിട്ട് എഴുന്നേറ്റ്, ഗുഡ് നൈറ്റ് പപ്പ. സ്റ്റാൻലിയും അവൾക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞു. അലീന തൻ്റെ മുറിയുടെ മുൻപിലെത്തിയപ്പോൾ വാതിൽ അകത്തുനിന്ന് അടച്ചിരിക്കുകയാണ്. അവൾ വാതിലിൽ തട്ടി. കുറേ തട്ടിയിട്ടും വാതിൽ തുറക്കുന്ന ലക്ഷണമില്ല. അലീന ഷെറിനെ തെല്ലുറക്ക വിളിച്ചുകൊണ്ട് വാതിലിടിച്ചു. ശബ്ദം കേട്ടുകൊണ്ട് ഔതക്കുട്ടിച്ചായൻ ഓടി വന്നു. അപ്പോൾ അലീന പരിഭ്രമത്തോടുകൂടി പറയുകയാണ്, ദേ വല്യപ്പച്ച, വാതിലടച്ച് കുറ്റിയിട്ടിരിക്കുന്നു. എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല. ഔതക്കുട്ടിച്ചായൻ പുറത്തുപോയി ജനാലയിലൂടെ നോക്കുവാൻ ശ്രമിച്ചു. ജനാലയും അടച്ചു കൊളുത്തിട്ട് കർട്ടനും വലിച്ചിട്ടിരിക്കുന്നതിനാൽ അകത്ത കാഴ്ച ഒന്നും കാണുവാൻ കഴിയുന്നില്ല. ഔതക്കുട്ടിച്ചായൻ വീണ്ടും എത്തി വാതിലിൽ പല ഒരു മുട്ട് വിളിച്ചെങ്കിലും വാതിൽ തുറക്കപ്പെട്ടില്ല. അലീന സ്റ്റാൻലിയെ വിളിക്കുവാൻ വേണ്ടി പിന്തിരിഞ്ഞോടി. മഴത്തോരും മുൻപ് എന്ന ഈ പരമ്പരയിൽ തുടർന്ന് എന്തായിരിക്കാം സംഭവിക്കാൻ പോകുന്നത്? അടച്ചിട്ട ആ മുറിക്കുള്ളിൽ എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകുമോ? കാത്തിരിക്കാം ആ വിവരണങ്ങൾക്ക് വേണ്ടി അടുത്തൊരു ദിവസം വരെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അടുത്ത ദിവസം അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.